ചെറുപുഴ അയ്യപ്പ ക്ഷേത്രത്തിൽ അഷ്ടബന്ധ ബ്രഹ്മകലശ ധ്വജപ്രതിഷ്ഠാ മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും നവംബർ 30 മുതൽ ഡിസംബർ 17 വരെയുള്ള ദിവസങ്ങളിൽ തന്ത്രി പെരിങ്ങോട്ടില്ലത്ത് പത്മനാഭൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് കോഴിക്കോട് കല്ലമ്പള്ളി ജയൻ നമ്പൂതിരി യജ്ഞാചാര്യനാകും. ഡിസംബർ 5 വ്യാഴാഴ്ച ധ്വജപ്രതിഷ്ഠയും 10 രാത്രി 9 ഉത്സവ കൊടിയേറ്റും നടക്കും. അഷ്ടബന്ധ ധ്വജപ്രതിഷ്ഠാ മഹോത്സവത്തിൻ്റെയും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെയും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. This news brought to by പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്. ക്ഷേത്രത്തിൽ ആദ്യമായി നടക്കുകയാണ്. ഈ മഹോത്സവത്തിൻ്റെ എല്ലാ പ്രാരംഭ പ്രവർത്തനങ്ങളും കമ്മിറ്റി നടത്തി പൂർത്തീകരിച്ച് ഏകദേശം 99% പ്രവൃത്തികളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കേവലം 2 ദിവസം മാത്രം കാത്തുനിന്ന് നമുക്ക് സപ്താഹവും അതോടനുബന്ധിച്ചുള്ള ധ്വജപ്രതിഷ്ഠയും ക്ഷേത്ര മഹോത്സവവും ഒക്കെ അതിഗംഭീരമായി നടത്തുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പും ക്ഷേത്ര കമ്മിറ്റി പൂർത്തീകരിച്ചിരിക്കുന്നു. അതിൻ്റെ വിളംബരം എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ ഈ വിവരങ്ങൾ എത്തിക്കുന്നത് നമ്മുടെ ചെറുവഴിയിലും പരിസര പ്രദേശത്തുള്ള മാധ്യമ പ്രവർത്തകരാണ്. ദൃശ്യ മാധ്യമങ്ങളായാലും ഇന്നത്തെ എല്ലാ തരത്തിലുള്ള പത്രമാധ്യമങ്ങളും മുഴുവൻ നമ്മളോട് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നല്ല കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ഒരു വിഭാഗം മാധ്യമ സുഹൃത്തുക്കൾ നമ്മോടൊപ്പം എന്നുമുണ്ട്. ആ മാധ്യമ പ്രവർത്തനത്തിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രവർത്തകർക്കും ക്ഷേത്രം കമ്മിറ്റിയുടെ സ്വാഗതം അരുളുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ. ചെറുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ധന്യമുഹൂർത്തമാണ് ഈ അഷ്ടബന്ധ ബ്രഹ്മകലശ ധ്വജപ്രതിഷ്ഠാ മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹവും ഭഗവാന്റെ ഉത്സവം. അങ്ങനെ നവംബർ 30 മുതൽ ഡിസംബർ 17 വരെ 18 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വലിയ ഒരു ദേവന്റെ ഒരു ഉത്സവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 1979 ആദ്യത്തെ കലശാട്ട് കഴിഞ്ഞേ പിന്നെ 2000-കളിൽ വീണ്ടും പുനർനിർമ്മിക്കേണ്ട പരിപാടികളായി മുമ്പോട്ട് ക്ഷേത്രം പോവുകയും അങ്ങനെ 2005 പുനർനിർമ്മാണം പണി കഴിപ്പിച്ച് പുനർപ്രതിഷ്ഠ നടത്തിയ ചെറുപുഴ അയ്യപ്പ ക്ഷേത്രം 12 കൊല്ലം ഒരു വ്യാഴവട്ടം കഴിയുമ്പോൾ ഒരു അമ്പലം ഒരു അഷ്ടബന്ധ കലശം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ നമ്മൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്ന കാരണവും നടത്താൻ ഉദ്ദേശിച്ച സമയങ്ങളിൽ കൊറോണയുടെ കാലഘട്ടവും കൂടി ആയതുകൊണ്ട് നമ്മൾക്കത് നീണ്ട് 12 വർഷം എന്നുള്ളത് 19 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഈ അഷ്ടബന്ധ ബ്രഹ്മകലശ ധ്വജപ്രതിഷ്ഠാ മഹോത്സവം നടത്തുന്നത്. ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ ഒരു അഭിലാഷമായിരുന്നു. ഏറെക്കാലമായി മാതൃസമിതി ആവശ്യപ്പെടുകയും ഞങ്ങൾക്കും വലിയൊരു ആകാംക്ഷയോടും കൂടെ ഞങ്ങൾ കാത്തിരിക്കുന്ന ഒരു വലിയൊരു മഹത്തായ പരിപാടിയാണ് സാക്ഷാൽ ഭഗവാൻ നാരായണൻ്റെ ഈ ഭാഗവത സപ്താഹം. അപ്പോൾ ഈ അഷ്ടബന്ധ ബ്രഹ്മകലശ ധ്വജപ്രതിഷ്ഠയോടൊപ്പം തന്നെ ഈ ഭാഗവത സപ്താഹവും അതോടൊപ്പം തന്നെ ഉത്സവവും ഒന്നിച്ച് നടത്താൻ ജനങ്ങളും കമ്മിറ്റിയും നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്ത്രിയായി ബന്ധപ്പെടുകയും തന്ത്രീശ്വരനും ഞങ്ങളൊക്കെ തന്നെ ജ്യോതിഷികളെ, അതായത് ക്ഷേത്രത്തിൻ്റെ 2024 നടന്ന മെയ് മാസം നടന്ന സ്വർണ്ണപ്രശ്ന ചിന്ത നടത്തിയ പയ്യന്നൂർ ജ്യോതിസ്ഥാനം നാരായണ പൊതുവാളുടെ നേതൃത്വത്തിൽ നടത്തിയ ആ സ്വർണ്ണപ്രശ്നത്തിൽ ഈ ഒരു ടൈറ്റിൽ ഭഗവാൻ അംഗീകരിച്ചു. അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾക്ക് ഈ ഒരു ധന്യ മുഹൂർത്തത്തിൽ വരുന്ന 5-ാം തീയതി ഉച്ചയ്ക്ക് 12:42-നും 1:12-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ഭഗവാന്റെ അഷ്ടബന്ധ കലശവും അതോടൊപ്പം തന്നെ ധ്വജപ്രതിഷ്ഠയും നടക്കും. അങ്ങനെ നമ്മുടെ ക്ഷേത്രത്തിൽ ഇത് പുനർപ്രതിഷ്ഠയല്ല, ബാലാലയത്തിലേക്ക് ദേവനെ മാറ്റിവെച്ചുകൊണ്ട് വീണ്ടും ദേവനെ മാറ്റി പ്രതിഷ്ഠിക്കുന്ന ഒരു ചടങ്ങല്ല. ദേവനി 12 കൊല്ലം കഴിഞ്ഞാൽ നടത്തേണ്ട അഷ്ടബന്ധ കലശം നടത്തുകയും അതോടൊപ്പം തന്നെ ഉത്സവം വേണമെങ്കിൽ കൊടിമരം വേണം. അപ്പോൾ കൊടിമരം വേണമെങ്കിൽ 1 കൊല്ലം കൊണ്ട് കൊടിമരം തീർത്തുകൊള്ളാമെന്ന്
ദേവനോട് അനുവാദം വാങ്ങിക്കൊണ്ടാണ് 2023 നമ്മുടെ പഴയ കൊടിമരം അവിടുന്ന് മാറ്റുന്നത്. അപ്പോൾ അത് 2024 നമ്മൾക്ക് സാധിക്കണം എന്ന ഒരു വലിയ ഒരു കാഴ്ചപ്പാടിലാണ് ഈ ഒരു മുഹൂർത്തം കണ്ടെത്തുകയും അതിൽ ഈ ഒരു കാര്യം നടത്താൻ വേണ്ടി ദേവൻ്റെ സമ്മതപ്രകാരം തീരുമാനിക്കുകയും ചെയ്തു. 5-ാം തീയതി വൈകുന്നേരം വരെ അതിൻ്റെ ചടങ്ങുകൾ നടക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ ഞായർ മുതൽ ഞായർ വരെ നമ്മുടെ ഭാഗവത സപ്താഹയജ്ഞം നടക്കും. അത് നടത്തുന്നത് കോഴിക്കോട് കള്ളമ്പള്ളി ഇല്ല ജയൻ നമ്പൂതിരികളാണ്. അതേപോലെ തന്നെ നമ്മുടെ ക്ഷേത്രം തന്ത്രീശ്വരൻ ശ്രീ ശങ്കരൻ നമ്പൂരിപ്പാടും അദ്ദേഹത്തിൻ്റെ ഇളയച്ഛനായ പത്മനാഭൻ നമ്പൂരിപ്പാടുമാണ് ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ തന്നെ മുഖ്യ കാർമ്മികത്വം വഹിച്ചുകൊണ്ട് നടത്തുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും 9-ാം തീയതി വൈകുന്നേരം ഉത്സവത്തിൻ്റെ ശുദ്ധി തുടങ്ങി 10 മുതൽ അങ്ങോട്ട് 10-ാം തീയതി രാവിലെ 10 മണിക്ക് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മാതൃസമിതി നടത്തുന്ന ക്ഷേത്രം മുമ്പിലോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ കലവറ നടക്കൽ ഘോഷയാത്ര പുതിയ പാലത്തിൻ്റെ അടുത്തുനിന്ന് ക്ഷേത്രത്തിലേക്ക് വരും. അന്ന് വൈകുന്നേരം 9 മണിക്ക് കൃത്യം 9 മണിക്ക് നമ്മുടെ ഭഗവാന്റെ പുതിയ ധ്വജത്തിൽ കൊടി കയറി ഉത്സവത്തിൻ്റെ തുടക്കം കുറിക്കും. 12-ാം തീയതി രാവിലെ 108 തേങ്ങയുടെ മഹാഗണപതി യോഗം ഒരു ഭക്തൻ്റെ വക ഇവിടെയുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ ഈ 10-ാം തീയതി തന്നെ രാത്രി കൊടി കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ഭഗവാന്റെ തിരുമുൻ കാഴ്ചയായ പെരുമ്പുടൽ കാഴ്ച നമ്മുടെ നടയിൽ സമർപ്പിക്കപ്പെടും. 12-ാം തീയതി നമ്മുടെ മാതൃസമിതിയുടെ കലാപരിപാടികൾ ഉണ്ടാവും. 13-ാം തീയതി പുളിങ്ങോം ഏരിയയുടെ കാഴ്ച കോലുവളിയിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തിയപാട് അവരുടെ വക ഗാനമേളയും കാര്യങ്ങളും ഉണ്ടാവും. 13-ന് അരിയിരുത്തി മൊനയംകുന്ന് ഇളയരിയേരി അരിയിരുത്തി മൊനയംകുന്ന് കാഴ്ച കമ്മിറ്റിയുടെ കാഴ്ച മൊനയംകുന്നിൽ നിന്ന് പുറപ്പെട്ട് നമ്മളെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് അന്ന് ഗാനമേളയും പരിപാടിയുണ്ട്. 14-ന് ഇളയേരി ഏരിയയിൽ തന്നെ നമ്മുടെ അരിമ്പായന്നൂർ തവളക്കുണ്ടിൻ്റെ കാഴ്ച ക്ഷേത്രത്തിൽ സമർപ്പിക്കും. അന്ന് വൈകുന്നേരവും ഗാനമേളയുണ്ട്. 15-ാം തീയതി നരമ്പേരിയ കാഴ്ചയാണ്. അതും ദേവൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചതിന് ശേഷം അന്നും ഗാനമേളയുണ്ട്. പിന്നെ 16-ാം തീയതി ഭഗവാന്റെ പ്രധാനപ്പെട്ട ദിവസമായ മഹോത്സവമാണ്. അന്ന് രാവിലെ ആനപ്പുറത്ത് ശ്രീഭൂതബലി, വൈകുന്നേരം ഭഗവാൻ നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരൻ്റെ അകമ്പടിയോടുകൂടി നഗരപ്രദർശനം കൃത്യം 6:30 തന്നെ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. 17-ാം തീയതി ഭഗവാന്റെ ഉത്സവത്തിൻ്റെ ആറാട്ടാണ്. ആ ആറാട്ടോടുകൂടി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഉത്സവ കാര്യങ്ങളും സമാപിക്കും. അങ്ങനെ 10 മുതൽ 17 വരെയിലെ ദിവസങ്ങളിൽ നടക്കുന്ന ഈ മഹോത്സവവും 30 മുതൽ 8 വരെ നടക്കുന്ന അഷ്ടബന്ധ ബ്രഹ്മകലശ ദ്വിജപ്രതിഷ്ഠാ മഹോത്സവവും ഭാഗവത സപ്താഹവും നല്ല രീതിയിൽ ഭഗവാൻ നടത്തിത്തരുന്നില്ല വലിയൊരു വിശ്വാസം ക്ഷേത്രം കമ്മിറ്റിക്കുണ്ട്. അതേപോലെ തന്നെ ഇതിലൊക്കെ ഒരു വലിയ വിജയം ഈ കമ്മിറ്റിക്ക് അവകാശപ്പെടാനുള്ളത് ഞങ്ങളെ നാട്ടിലെ ജനങ്ങളുടെ സഹകരണമാണ്. ഒരിക്കലും വലിയ ഒരു സാമ്പത്തിക ബാധ്യതയില്ല. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ക്ഷേത്രത്തിൽ നടന്നു. ഈ സാമ്പത്തിക കാര്യങ്ങളൊക്കെ തന്നെ കുറേ കടങ്ങളാണ്. എന്നാൽ പോലും ജനങ്ങൾ തരുന്ന ഒരു ഉണർവ്, അവർ തരുന്ന ആ സാമ്പത്തിക സഹായം, അതിലുപരി അവരുടെ മനസ്സ്, അതോടൊപ്പം അവരുടെ ശരീരം കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ, അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന ഏകദേശം
930 കുടുംബങ്ങൾ ഒത്തൊരുമിച്ചുകൊണ്ട് നടത്തുന്ന വലിയൊരു യജ്ഞമാണ് ഈ കാണുന്ന ഈ പരിപാടികൾ. അവരുടെ ഒരു ഉത്സാഹമാണ് ഈ കമ്മിറ്റിക്ക് ഇപ്പോൾ ഈ ഒരു കാര്യം നടത്താൻ വലിയ ഒരു പിന്തുണ കിട്ടിയത്. അങ്ങനെ നമ്മുടെ നാട്ടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഈ നാടിൻ്റെ പ്രദേശത്തിൻ്റെ നാഥനായ ചെറുപുഴ അധിവാസന്റെ മഹാക്ഷേത്രം മലയോര മേഖലയിലല്ല, കേരളത്തിൽ തന്നെ 2ാം ശബരിമല എന്നറിയപ്പെടുന്ന 2 ഗോപുരങ്ങളോടുകൂടിയില്ലേ അമ്പലം ശ്രീകോയിൽ ധർമ്മശാസ്താവിന് വിരലിൽ എണ്ണാവുന്ന രീതിയിൽ കേരളത്തിൽ തന്നെയുള്ളൂ. അതിലും വടക്കേ മലബാറിൽ ചെറുപുഴ അയ്യപ്പ ക്ഷേത്രമാണ് മുമ്പിട്ട് നിൽക്കുന്നത്. പണ്ട് കാലത്ത് ഇവിടുന്ന് പോയ ഭക്തന്മാരുടെ വലിയ ഒരു സംഘത്തിൻ്റെ കൂടെ ദേവൻ ഇവിടെ എഴുന്നള്ളുകയും അതിലുപരി ഇവിടെ ഇരുന്നു കൊണ്ട് ഈ നാടിൻ്റെ മൊത്ത ഉയർച്ചക്കും അനുഗ്രഹ ആശീർവാദങ്ങൾ നൽകുന്നത് കൊണ്ടും ഈ നാട് ധന്യമായി തീരുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഒരു മഹോത്സവം വളരെ ഭംഗിയായി നടത്തുവാൻ ദേവന്റെ അനുഗ്രഹവും അതിലുപരി ഈ നാട്ടിൻ്റെയും നാനാ ഭാഗത്തിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങളുടെയും എല്ലാ ജാതി മതസ്ഥരുടെയും സഹായമാണ് ഈ അമ്പലത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഞങ്ങളുടെ ഈ മഹാക്ഷേത്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് 80-90% നല്ല രീതിയിലുള്ള സഹായങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഉത്സവാദി കാലങ്ങളിൽ ഇവിടെ നടക്കുന്ന വലിയ ഒരു കാര്യം, മലയോര മേഖലയിൽ ആദ്യമായി തുടങ്ങപ്പെട്ട അന്നദാനം ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിലൊക്കെ ചെയ്യണമെന്നുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലും എല്ലാ ഭക്തജനങ്ങളും പങ്കാളികളാവണം. അതോടൊപ്പം തന്നെ ഉത്സവ ദിവസങ്ങളിലൊക്കെ എല്ലാവരും പങ്കെടുത്ത് ദേവന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവണമെന്ന് വിനീതമായി ചെറുപുഴ അയ്യപ്പ ക്ഷേത്ര കമ്മിറ്റിക്കും മാതൃസമിതി കമ്മിറ്റിക്കും ബ്രഹ്മകലശ കമ്മിറ്റിക്കും എല്ലാ കമ്മിറ്റികൾക്കും വേണ്ടി ഈ ഒരു അവസരത്തിൽ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. കൊടിമരത്തിൻ്റെ ആവരണം, കൊടിമരത്തിൻ്റെ ആവരണം, അതേപോലെ തന്നെ കൊടിമരം നമ്മുടെ മാധവൻ വിശ്വകർമാവാണ് കൊടിമരത്തിൻ്റെ ശില്പി. അതേപോലെ നമ്മളെ ക്ഷേത്രത്തിൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് വ്യാലീമുഖം 4 ശ്രീകോയിലിന് 4 മൂലക്കും വേണമെന്ന്. അത് നിർമ്മിച്ചത് പ്രശാന്ത് ചെറുതാണ്, അദ്ദേഹം ദാരുശില്പിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഓരോരോ കാര്യങ്ങളിലും കരിങ്കൽ ശില്പി കാർക്കള ശങ്കർ കാർക്കളയാണ്. അതേപോലെ ദ്വാരപാലകന്മാർ നിർമ്മിക്കുന്നത് മനോജ് കുന്നരും. അങ്ങനെ സന്തോഷ് മാനസ്. എടുത്തു പറയേണ്ടത് നമ്മളെ നാട്ടിലത്തെ പുറത്ത് അധികം അറിയപ്പെടാത്ത ഒരു ശില്പിയാണ് നമ്മളെ സന്തോഷ് മാനസ. അദ്ദേഹമാണ് നമ്മളെ 16 തൂണുകളിലും 16 തരം ദേവീദേവന്മാരെ രൂപകൽപ്പന ചെയ്തത്. അങ്ങനെ നിരവധി പുതുമകൾ ഈ ഒരു ഉത്സവത്തിന് ഉണ്ട്. അതേപോലെ തന്നെ കുഞ്ഞിമംഗലത്തെ പണ്ടുകാലം മുതൽ പാരമ്പര്യമായി വിളക്ക് നിർമ്മിക്കുന്ന ഓട്ട് വിളക്ക് നിർമ്മിക്കുന്ന ജീവൻ എന്ന ശില്പിയാണ് ക്ഷേത്രത്തിൻ്റെ ചുറ്റും വരുന്ന 220ഓളം ചുറ്റുവിളക്കുകൾ നിർമ്മിക്കുന്നത്. അവരെയൊക്കെ തന്നെ ഞങ്ങൾ ഈ വരുന്ന 30-ാം തീയതി മറ്റന്നാൾ വൈകുന്നേരം ആചാര്യന്മാരെ ക്ഷണിച്ച് ടൗണിൽ നിന്നും ക്ഷണിച്ച് ഇവിടെ എത്തിയ പിന്നെ ഇവരെയൊക്കെ ഞങ്ങൾ ആദരിക്കുന്നു. നടയിൽ വെച്ച് ഇവരെയൊക്കെ ആദരിക്കുന്നുണ്ട്. അതേപോലെ 1-2 മകൾ വ്യക്തികൾ കഴിഞ്ഞ തവണ നമ്മൾക്ക്
ആദരിക്കാൻ വിട്ടുപോയവർ സേവനം ഈ ക്ഷേത്രത്തിൽ ചെയ്യാൻ അവരെയും കൂടെ ആ അവസരത്തിൽ ഞങ്ങൾ ആദരിക്കാൻ ഉദ്ദേശിക്കുന്നു. എല്ലാ സഹായ സഹകരണങ്ങളും തന്ന് ഞങ്ങൾ വഴി നടത്തുന്ന ഈ നാടിലെ ജനങ്ങളെല്ലാവർക്കും നന്മകൾ വരട്ടെ, ഈശ്വരൻ എന്നും അനുഗ്രഹിക്കട്ടെ എന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പൂർണ്ണമായി ഞങ്ങൾക്ക് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യം. അപ്പം എല്ലാവരും നല്ല സഹകരണമാണ്. അതുകൊണ്ട് എല്ലാ ആൾക്കാരെയും ഞാൻ ഈ ഉത്സവത്തിന് നമ്മുടെ അമ്പലത്തിലേക്ക് ക്ഷണിക്കുകയും ഇത്രയും വലിയൊരു കാര്യം ഇവിടെ നടത്തുന്നതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാവരും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പ. ചെറുപുഴ അയ്യപ്പ ക്ഷേത്രത്തിൽ അഷ്ടബന്ധ ബ്രഹ്മകലശ ധ്വജപ്രതിഷ്ഠാ മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും നവംബർ 30 മുതൽ ഡിസംബർ 17 വരെയുള്ള ദിവസങ്ങളിൽ നടക്കും. തന്ത്രി മണിയറ പെരിങ്ങോട്ടിലത്തെ പത്മനാഭൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം പ്രസിഡന്റ് എസ് കുമരേശൻ, സെക്രട്ടറി CM രഘു, മറ്റ് ഭാരവാഹികളായ KK ശശീന്ദ്രൻ, C ദാമോദരൻ, PM വാസുദേവൻ, മാതൃസമിതി ഭാരവാഹികളായ AV കാർത്യായനി അമ്മ, ഓമന വാഴക്കോടൻ, PK അമ്മണി, സുജാത ബാലകൃഷ്ണൻ, ശൈലജ വിജയൻ എന്നിവർ അറിയിച്ചു. CCNet ന്യൂസ് ചെറുപുഴ. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.